സാർ സാർ എങ്ങനെയാണ് ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു മിഷനിലേക്ക് എത്തിച്ചേരുന്നതിന് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടോ? ശരിക്കും ഈ ഒരു ക്വസ്റ്റ്യനുള്ള ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫ് സ്റ്റോറിയാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ ഒരു മേഖലയോട്ട് എത്തിപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാവരെയും പോലെ തന്നെ എൻ്റെ ഒരു പഠനത്തിന് ശേഷം +2 കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു. ഡിഗ്രി പഠനത്തിന് ശേഷം എനിക്ക് ഗൾഫിലേക്ക് പോകാനൊരു അവസരം ഉണ്ടായി. അങ്ങനെ ഞാൻ ഗൾഫിലേക്ക് പോകാനായിട്ട് സാധിച്ചു. ഗൾഫിലോട്ട് പോയിട്ട് അവിടുത്തെ എൻ്റെ ആദ്യത്തെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റിലായിരുന്നു. സൂപ്പർ മാർക്കറ്റിലെ ബില്ലിംഗ് സെക്ഷനിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഏകദേശം ഒരു വർഷത്തോളം ഞാൻ വർക്ക് ചെയ്തതിന് ശേഷം പിന്നെ ആ ഒരു സൂപ്പർ മാർക്കറ്റ് അവർ വേറെ ആൾക്ക് സെല്ല് ചെയ്ത് കഴിഞ്ഞപ്പോൾ നാട്ടിൽ തിരിച്ചു വരേണ്ട ഒരു അവസ്ഥയുണ്ടായി. അങ്ങനെ ഏകദേശം ഒരു വർഷത്തോളം വർക്ക് ചെയ്തതിന് ശേഷം നാട്ടിലേക്ക് തിരിച്ചു പോന്നു. നാട്ടിൽ തിരിച്ചു വന്നതിന് ശേഷം കുറച്ച് നാൾ നാട്ടിൽ ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് നിന്ന സമയത്ത് വീണ്ടും തിരിച്ച് ഗൾഫിലോട്ട് പോകാനായിട്ട് സെയിൽസിൽ തന്നെ പോകാനായിട്ടൊരു അവസരം കിട്ടി. അങ്ങനെ ഞാൻ ഗൾഫിലോട്ട് പോകാനായിട്ട് ഇടയായി. ഗൾഫിൽ ചെന്നു. അവിടെ സെയിൽസിൽ വർക്ക് ചെയ്തു. വളരെ നന്നായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയമാണ്. ആ ഒരു സമയത്താണ് വേണ്ടപ്പെട്ട ഒരു ചേട്ടനും ചേച്ചിയും കൂടെ എന്നെ കണക്ട് ചെയ്തിട്ട് പറഞ്ഞു അവരൊരു സുഹൃത്തുണ്ട്, ഒരു ഏജൻസിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഞാൻ ആ സമയത്ത് ഇങ്ങനെ യൂറോപ്പിലോട്ടൊക്കെ പോകാനായിട്ട് നോക്കുന്നൊരു സമയമായിരുന്നു. ആ ഒരു സമയത്ത് എന്നോട് പറഞ്ഞു ഇദ്ദേഹത്തെ കണക്ട് ചെയ്ത് തന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് യൂറോപ്പിലോട്ട് പോകാം, ഇദ്ദേഹമായിട്ട് കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയാൽ മതി, ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു തരും. അങ്ങനെയാണ് ഞാൻ ഈ ഒരു അവരുടെ ഒരു സുഹൃത്തിനെ ഏജൻസിയിൽ കണക്ട് ചെയ്ത് ശരിക്കും ഇവരെ ബ്ലൈൻഡ്ലി വിശ്വസിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഏജൻസിയിൽ ചെന്ന് കാര്യങ്ങളൊക്കെ ചെയ്തത്. ഞാൻ കണക്ട് ചെയ്ത സമയത്ത് ഞാൻ മാത്രമല്ല, എൻ്റെ കൂടുതൽ 2 സുഹൃത്തുക്കളും കൂടി ഉണ്ടായിരുന്നു. അവരെയും കൂടെ കണക്ട് ചെയ്തിട്ടാണ് ചെന്ന് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ചെന്ന് പെട്ട മേഖല എന്ന് പറഞ്ഞാൽ പറ്റിക്കപ്പെടുകയായിരുന്നു. ഞങ്ങൾ പേയ്മെൻറ്റൊക്കെ മൊത്തം അഡ്വാൻസ് ആദ്യമേ കൊടുത്തു. 3 മാസമായി, 6 മാസമായി, 1 വർഷമായി, 1.5 വർഷമായി അവരുടെ ഭാഗത്ത് നിന്ന് യാതൊരു റെസ്പോൺസും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം കൊറോണ കാര്യങ്ങളൊക്കെയായി. എനിക്ക് നാട്ടിലേക്ക് തിരിച്ചു പോരേണ്ടി വന്നു. അങ്ങനെ നാട്ടിൽ തിരിച്ചു വന്ന സമയത്ത് ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. നാട്ടിൽ ഒന്നുമില്ലാതൊരു സാധാരണ പ്രവാസി നാട്ടിൽ വരിക എന്ന് പറഞ്ഞാൽ വളരെ വിഷമകരമായ കാര്യമാണ്. അതുപോലെ തന്നെ ജോലിയില്ലാതിരിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനാണ്. വളരെയധികം ബുദ്ധിമുട്ടിലൂടെയാണ് ആ ഒരു സമയത്ത് കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഞാൻ നാട്ടിൽ വന്നപ്പോൾ ഈ ഡോക്യുമെൻറ്റ്സ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ നാട്ടിൽ വന്നിട്ട് പല ഏജൻസിനെ അപ്രോച്ച് ചെയ്ത് എങ്ങനെയെങ്കിലും എനിക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുമോ, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാനായിട്ട്. പക്ഷേ ആരും എനിക്കതൊരു ആ ഒരു സമയത്ത് ഹെൽപ്പ് ചെയ്യുമോ, അതുപോലെ തന്നെ എന്നോട് ചോദിച്ചു ഭയങ്കര വലിയ എമൗണ്ട്സൊക്കെയാണ് ചോദിച്ചത്. ആ എമൗണ്ട്സ് ഒന്നും എനിക്ക് അഫോർഡബിൾ ആയിട്ടുള്ളതായിരുന്നില്ല ആ ഒരു സമയത്ത്. അങ്ങനെ വളരെയധികം വിഷമിച്ച് എനിക്കത് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല, കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല, എനിക്ക് പോകാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ഒരു സുഹൃത്ത് വിളിക്കുന്നത്. എൻ്റെ സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ എമിഗ്രേഷനിലൊരു ജോബ് വേക്കൻസി ഉണ്ട്, നീ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തു. ആ ജോലി എനിക്ക് കിട്ടി. അങ്ങനെ എമിഗ്രേഷൻ മേഖലകളിലോട്ട് അങ്ങനെയാണ് ഞാൻ ഈ ഒരു മേഖലയിലേക്ക് എത്തിപ്പെടുന്നത്. ഈ ഒരു മേഖലയിൽ വന്നതിന് ശേഷം VFSൽ ഇതിനു മുൻപ് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസിൻ്റെ ബേസിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, എൻ്റെ ഒരു കരിയർ ഈ മേഖലയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം 2023 ഞാൻ സ്വന്തമായിട്ടൊരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തു, ഡ്രീംഫ്ലൈ സ്റ്റഡി അബ്രോഡ് എന്ന് പറഞ്ഞ്. പാലയിലാണ് ഈ ഓഫീസ് വരുന്നത്. അങ്ങനെയാണ് ഈ ഒരു മേഖലയോട്ട് എത്തിപ്പെടുന്നത്. ഞാനിപ്പോൾ ആയിരിക്കുന്ന മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനിയിലേക്ക് പോകുന്നവർക്ക് വേണ്ട വിസ ഡോക്യുമെൻറ്റേഷനിൽ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള ഒരു മിഷനിലാണ് ആയിരിക്കുന്നത്. ഈ ഒരു മിഷനിൽ ധാരാളം ആളുകൾ എന്ത് ചെയ്യണം, അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ജർമ്മനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു ട്രെൻഡിൽ പലർക്കും ഇതിന് ക്ലാരിറ്റി ഇല്ല. എനിക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുമോ, എനിക്ക് അതിനുള്ള എലിജിബിലിറ്റി ഉണ്ടോ, അതുപോലെ തന്നെ ലാംഗ്വേജ് ഇല്ലാതെ വരെയാണ് പല കുട്ടികളും ജർമ്മനിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ധാരാളം വിസ റിജക്ഷൻസ് വരുന്നുണ്ട്. എംബസിയുടെ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ റിജക്ഷൻ ഒരു കാരണമാണ്. ഒത്തിരി കാരണങ്ങളുണ്ട്, നമ്മൾ കൂടുതൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും ഇതിൻ്റെ മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം ഈ ഒരു മേഖലയിലോട്ട് എത്തിപ്പെടുന്നതിന് എൻ്റെ ഒരു ബാക്ക് സ്റ്റോറിയാണ് ശരിക്കും പറഞ്ഞാലത്. ഇപ്പോൾ ജർമ്മനിയിലേക്ക് പോകാനുള്ള കുട്ടികളെ ഹെൽപ്പ് ചെയ്യുകയാണ് സാറിൻ്റെ മെയിനായിട്ടുള്ള മിഷൻ. അതെ. ഇപ്പോൾ ജർമ്മനിയിൽ ഏതൊക്കെ കോഴ്സാണ് മെയിനായിട്ടുള്ളതെന്നൊന്ന് പറയാമോ? ജർമ്മനിയിൽ ശരിക്കും ധാരാളം കോഴ്സുകൾ അവൈലബിൾ ആണ്. യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക സ്രോതസ്സാണ്, ഏറ്റവും വലിയ ശക്തിയാണ് ശരിക്കും പറഞ്ഞാൽ ജർമ്മനി എന്നുള്ളത്. എഡ്യൂക്കേഷൻ പരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ഫ്രീ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ വേൾഡ് ക്ലാസ് ക്വാളിറ്റിയിൽ കൊടുക്കുന്ന ജർമ്മനിയാണ്.